സേവനമെന്ത് എന്നല്ലേ ശ്രീ സജീഷേ ഇത്ര കാലമായിട്ട് താങ്കൾക്കറിയോ ആ സേവനം എന്താണെന്ന്? ഫ്ലാഷ് ബാക്ക്. ഞാൻ സമയം തരാം. മാസപ്പടി പറയുകയാണെങ്കിൽ ചോദ്യങ്ങളുണ്ട് ഒരുപാട്. മാസപ്പടി പറയുകയാണെങ്കിൽ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഇതിൽ പറഞ്ഞ പലതും അടഞ്ഞ അധ്യായമല്ല. ഇതിൽ പറഞ്ഞ പലതിലും ചോദ്യങ്ങളുണ്ട്. മാസപ്പടി നമുക്ക് മനോരമയ്ക്ക് പല ആഗ്രഹം ഉണ്ടാകും റാഷിദേ. മനോരമയ്ക്ക് ആഗ്രഹത്തിനനുസരിച്ച് അതല്ല ഉദ്ദേശം. എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മനോരമ ഞാൻ ഉൾക്കൊള്ളുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. ഈ മാസപ്പടിയിൽ അടിസ്ഥാനപരമായ ചോദ്യം എന്തായിരുന്നു? അല്ലല്ല, മാസപ്പടിയിൽ അടിസ്ഥാനപരമായ ചോദ്യം എന്തായിരുന്നു ശ്രീ സജീഷ്? മാസപ്പടിയിൽ അടിസ്ഥാനപരമായ ചോദ്യം എന്തായിരുന്നു? സേവനമെന്ത് എന്നല്ലേ ശ്രീ സജീഷേ ഇത്ര കാലമായിട്ട് താങ്കൾക്കറിയോ ആ സേവനം എന്താണെന്ന്? അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ. എന്താണ് മുഖ്യമന്ത്രിയുടെ മകൾ കൊടുത്ത സേവനം? പറയൂ. അതല്ലേ അടിസ്ഥാനപരമായ ചോദ്യം. താങ്കൾക്കറിയോ? എനിക്കറിയില്ല. താങ്കൾ എനിക്ക് പറഞ്ഞു തന്നാ അതൊരു അറിവായി സ്വീകരിച്ച് ഞാൻ ആ ചോദ്യം എന്ത് ചെയ്യും? റാഷിദിന് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ഒരു നിയമപരമായ ഒരു ആരോപണം വന്നാൽ ആ ആരോപണത്തെ നിയമപരമായി തന്നെ നേരിടുന്നുണ്ട്. ആ നേരിടേണ്ട സ്ഥലത്ത് മറുപടി പറയേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. ആ മറുപടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ത്യയിലെ എല്ലാ കോടതിയും കഴിഞ്ഞ് പരമോന്നത നീതിപീഠത്തിൽ സുപ്രീം കോടതിയിൽ പോയി മാത്യു കോൾനാടനോട് സുപ്രീം കോടതി ചോദിച്ചത് ഈ ഹർജിയും പിൻവലിച്ചു പോകുന്നോ അല്ല ഫൈൻ ഇടണമോ എന്നാണ്. അവിടെ നിൽക്കുകയാണിപ്പോ നിങ്ങൾ. എന്നിട്ട് എന്താണ് സേവനം? ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറയട്ടെ റാഷിദേ, ഒരു കൃത്യമായി പറയേണ്ട സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൊല്ലാതിരിക്കാൻ പറ്റുമോ?